ഹായ് ഫ്രണ്ട്സ്, തിങ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല നല്ല അറിവുകൾ, നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആവശ്യമായ ഏറ്റവും ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ 20 കോഡുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു ഇംഗ്ലീഷ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ്, വെർബ്, ഓക്സിലറി, സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ് എന്നതിന് പകരം ഇതൊക്കെ ഓരോ കോഡുകളാക്കിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. ഉദാഹരണം: ദുശ്ശീലം, ലോട്ടറി ടെക്നിക്ക്, ഡെഡ് ബോഡി ടെക്നിക്ക്, ഉണ്ടുകളി, ആണ്ടുകളി, പ്രണയം ടെക്നിക്ക്, ഇതുപോലെ ഉള്ള ഓരോ കോഡുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഓരോ എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബ്രെയിനിൽ ക്യാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ കുറേ കോഡുകളും ടാസ്കുകളും എന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞത് ഈ 20 കോഡുകൾ പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈ 20 കോഡുകൾ 20 വീഡിയോസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ 20 എപ്പിസോഡായിട്ടായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 20 ദിവസം കൊണ്ട് ഏറെക്കുറെ നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 8 സബ്ജക്റ്റുകളാണ്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, മാക്സ്. ഇതാണ് പ്രധാനമായും വരുന്ന സബ്ജക്റ്റുകൾ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ദേ എന്ന് പറഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ, ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ അത്, മാക്സ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിൻ്റെ പേരോ അല്ലെങ്കിൽ വേറെ വ്യക്തികളുടെ പേരോ ആകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ കോഡിലോട്ട് പോകാം. ആദ്യത്തെ കോഡ് എന്നത് പ്രണയം ടെക്നിക്ക്. എന്താണ് പ്രണയം ടെക്നിക്ക്? ഈ കോഡ് ഉപയോഗിക്കുന്നത് ഒരാളോട് ഒരു കാര്യത്തെക്കുറിച്ച് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് ഉപയോഗിക്കുന്നത്. അതായത് വുഡ് വെച്ചിട്ടാണ് ഇത് ചോദിക്കുക. അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വുഡ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ. അവിടെ യുവിൻ്റെ പകരം ഐ അല്ലെങ്കിൽ ദേ, വി, ഹി, ഷീ, ഇറ്റ്, മാക്സ് എന്നൊക്കെ ചേർക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് യു എന്നെടുത്തു. വുഡ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ പോസിറ്റീവായിട്ടാണ് അതിൻ്റെ മറുപടി കൊടുക്കുന്നതെങ്കിൽ യെസ് ഐ വുഡ് ലൈക്ക് ടു, എനിക്ക് ഇഷ്ടമുണ്ട്. എങ്ങനെ? എനിക്ക് ഇഷ്ടമുണ്ട്. മറിച്ച് നെഗറ്റീവ് ആൻസറാണ് എങ്കിൽ, അതായത് ഇഷ്ടമില്ല എങ്കിൽ നോ ഐ വുഡിൻ ലൈക്ക്, എനിക്ക് ഇഷ്ടമില്ല. എങ്ങനെ? എനിക്ക് ഇഷ്ടമില്ല. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. അത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് പെട്ടെന്ന് നിങ്ങളെ ബ്രെയിനിൽ ക്യാച്ച് ആവും. അങ്ങനത്തെ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുമ്പോൾ. കഥ ഇതാണ്. ഒരു ഒഴിഞ്ഞ ബീച്ചിൽ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാണ്, ഇഷ്ടം തുറന്ന് പറയാണ്. അവിടെയാണ് ഈ ടെക്നിക്ക് ക്ലിക്കാവുന്നത്. ഇങ്ങനത്തെ എക്സാമ്പിൾ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ആവില്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ സങ്കല്പിച്ച് നോക്കുക. സങ്കല്പിച്ചാൽ മതിട്ടോ അത്. അപ്പോൾ നിങ്ങൾ അവളോട് ഇഷ്ടം തുറന്ന് പറയാണ്. വുഡ് യു ലൈക്ക് ടു മാരി മീ, വുഡ് യു ലൈക്ക് ടു മാരി മീ, വുഡ് യു ലൈക്ക് ടു മാരി മീ. അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമുണ്ടോ. വിവാഹം കഴിക്കാൻ ഇഷ്ടമുണ്ടോ. അപ്പോൾ
അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ഇഷ്ടം തുറന്ന് പറയാൻ, അതായത് പ്രണയം തുറന്ന് പറയാൻ മാത്രം വേണ്ടിയിട്ടല്ല കേട്ടോ ഈ ടെക്നിക്ക്. മറിച്ച് നമ്മൾക്ക് ഒരാളോട് ഒരു കാര്യത്തെക്കുറിച്ച് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാനും ഇത് ഉപയോഗിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പ്രണയം പറയാനും ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി തിരിച്ച് പറയാണ്, പോസിറ്റീവായിട്ടാണ് ആൻസർ കൊടുക്കുന്നതെങ്കിൽ യെസ് ഐ വുഡ് ലൈക്ക് ടു മാരി യു. അപ്പോൾ അതിൻ്റെ മീനിങ് എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമുണ്ട്. ഇനി മറിച്ച് ആ പെൺകുട്ടി നോ എന്ന ആൻസറാണ് അതായത് നെഗറ്റീവ് ആൻസറാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് നോ ആണ് പറയുന്നതെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നോ ഐ വുഡിൻ ലൈക്ക് ടു മാരി യു. എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല. എങ്ങനെ? എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ കോഡ് ക്യാച്ചായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. നിങ്ങൾക്ക് മൈസൂരിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടോ? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? വുഡ് യു ലൈക്ക് ടു ഗോ ടു മൈസൂർ? ഇനി ഇഷ്ടമുണ്ടെങ്കിൽ യെസ് ഐ വുഡ് ലൈക്ക് ടു ഗോ ടു മൈസൂർ. അതെ, എനിക്ക് മൈസൂരിലേക്ക് പോകാൻ ഇഷ്ടമുണ്ട്. മറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ നോ ഐ വുഡിൻ ലൈക്ക് ടു ഗോ ടു മൈസൂർ. എനിക്ക് മൈസൂരിലോട്ട് പോകാൻ ഇഷ്ടമില്ല. അടുത്ത എക്സാമ്പിൾ, വുഡ് യു ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്? നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ യെസ് ഐ വുഡ് ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുണ്ട്. ഇനി നെഗറ്റീവ് ആണെങ്കിൽ നോ ഐ വുഡിൻ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വെർബുകളെ കുറിച്ച് അല്ലെങ്കിൽ ക്രിയകളെ കുറിച്ച് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് എന്ന് പറയാനും അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ചത്. ഇനി അതുപോലെ തന്നെ ഒരു നൗണുകളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു നാമത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടും ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ലൈക്ക് കഴിഞ്ഞതിന് ശേഷം ടു വേണ്ട. അതായത് നൗണിനെ കുറിച്ച് ചോദിക്കുന്നു എങ്കിൽ ലൈക്കിന് ശേഷം ടു വേണ്ട. വെർബ് ചോദിക്കുമ്പോഴാണ് ടുവിൻ്റെ ആവശ്യം വരിക. അപ്പോൾ നൗണുകളെ കുറിച്ച് ചോദിക്കുമ്പോഴാണെങ്കിൽ വുഡ് യു ലൈക്ക്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ യെസ് ഐ വുഡ് ലൈക്ക്. ഇഷ്ടമില്ലെങ്കിൽ നോ ഐ വുഡിൻ ലൈക്ക്. നമുക്ക് എക്സാമ്പിൾ പരിശോധിക്കാം. നിങ്ങൾക്ക് ഷവർമ്മ ഇഷ്ടമുണ്ടോ? അതൊരു നൗണല്ല, ഷവർമ്മ എന്നുള്ളത് ഒരു നാമമല്ലേ, പേര്. വുഡ് യു ലൈക്ക് ഷവർമ്മ? നിങ്ങൾക്ക് ഷവർമ്മ ഇഷ്ടമുണ്ടോ? അവിടെ ലൈക്കിന് ശേഷം ടു ഇല്ല. നൗണ് ചോദിക്കുമ്പോൾ ടു വേണ്ട. ഇനി അഥവാ ഷവർമ്മ ഇഷ്ടമുണ്ടെങ്കിൽ യെസ് ഐ വുഡ് ലൈക്ക് ഷവർമ്മ. എനിക്ക് ഷവർമ്മ ഇഷ്ടമുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ നോ ഐ വുഡിൻ ലൈക്ക് ഷവർമ്മ. എനിക്ക് ഷവർമ്മ ഇഷ്ടമില്ല. അടുത്ത എക്സാമ്പിൾ പരിശോധിക്കാം. വുഡ് യു ലൈക്ക് എൻ്റർപ്രണേഴ്സ്? നിങ്ങൾക്ക് എൻ്റർപ്രണേഴ്സിനെ ഇഷ്ടമുണ്ടോ? യെസ് ഐ വുഡ് ലൈക്ക് എൻ്റർപ്രണേഴ്സ്. എനിക്ക് എൻ്റർപ്രണേഴ്സിനെ ഇഷ്ടമുണ്ട്. നോ ഐ വുഡിൻ ലൈക്ക് എൻ്റർപ്രണേഴ്സ്. എനിക്ക് എൻ്റർപ്രണേഴ്സിനെ ഇഷ്ടമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കോഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത കോഡുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത കോഡുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കോഡുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.